സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. നമസ്കാരം. ഭാരതം മുഴുവൻ പല പേരുകളിൽ ആഘോഷിക്കുന്ന ഉത്സവമാണ് നവരാത്രി. അനുഷ്ഠാനത്തിൽ ഓരോ ദേശത്തും വ്യത്യാസം കാണാമെങ്കിലും നവരാത്രി കാലത്ത് പ്രപഞ്ചം മുഴുവൻ ദേവീ ചൈതന്യം നിറയും. ആദിപരാശക്തിയായ ത്രിപുരസുന്ദരിയെ ഭജിക്കാൻ ഏറ്റവും അനുയോജ്യമായ കാലഘട്ടമാണ് നവരാത്രി. കന്നിമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞ് പ്രഥമ മുതൽ നവമി വരെ 9 പുണ്യ ദിനങ്ങളാണ് നവരാത്രി കാലഘട്ടമായി നാം ആചരിച്ചു പോരുന്നത്. ദേവി മഹിഷാസുരനെ നിഗ്രഹിച്ച് വിജയം കൈവരിച്ച വിജയദശമി കൂടിയാകുമ്പോൾ ആഘോഷം 10 ദിനമാകും. ഇത്തവണ തിഥിയിലെ ദൈർഘ്യം കാരണം കേരളത്തിൽ നവരാത്രി 10 ദിവസം വരുന്നു. വിജയദശമി ഉൾപ്പെടെ 11 ദിവസം. സ്ത്രീ ശക്തിയെ നിസാരമായി കണ്ട മഹിഷാസുരൻ ഒരു സ്ത്രീക്ക് മാത്രമേ തന്നെ വധിക്കാൻ സാധിക്കൂ എന്ന വരം നേടിയ ഘട്ടത്തിൽ പ്രപഞ്ചത്തിലെ സകല ദേവശക്തികളെയും സമാഹരിച്ച ദേവി മഹിഷാസുര നിഗ്രഹത്തിന് അവതരിച്ചു. എല്ലാ ശക്തിയും തേജസ്സും ഏറ്റുവാങ്ങിയ ദേവി വിവിധ ദേവശക്തികൾ പ്രദാനം ചെയ്ത വസ്ത്രാഭരണങ്ങളാൽ വിഭൂഷിതയായി സിംഹവാഹനത്തിൽ അവതരിച്ചത് ഒരു നവരാത്രി കാലത്താണ്. ദേവി പൂജയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഈ സമയത്ത് ഭക്തിയോടെ ദേവിയെ ഭജിച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. നവരാത്രി കാലത്ത് ദേവി പൂജ ചെയ്താൽ ഒരു വർഷം മുഴുവൻ ദേവി പൂജ ചെയ്ത ഫലം ലഭിക്കും. വിദ്യാവിജയം, ദാനലാഭം, മംഗല്യഭാഗം, ശത്രുനാശം, ദാരിദ്ര്യമുക്തി എന്നിവയൊക്കെ നവരാത്രി കാലത്തെ ദേവി പൂജയിലൂടെ നമുക്ക് ലഭിക്കുന്നു. എല്ലാ ദേവതാശക്തികളും ദേവിയിൽ ഉൾച്ചേരുന്ന കാലമായതിനാൽ നവരാത്രി കാലത്ത് നടത്തുന്ന ദേവി ഉപാസനയ്ക്കും അനുഷ്ഠാനങ്ങൾക്കും ഏറെ പ്രാധാന്യമാണ് ഉള്ളത്. ദേവി മഹാത്മ്യമാണ് നവരാത്രി കാലത്ത് പാരായണം ചെയ്യേണ്ട പ്രധാന ഗ്രന്ഥം. ആദിപരാശക്തിയുടെ ദിവ്യത്വം പ്രകാശിപ്പിക്കുന്ന ഈ കൃതിയിലെ 5-ാം അധ്യായത്തിലെ യാ ദേവി സർവഭൂതേഷു എന്ന് തുടങ്ങുന്ന സ്തുതി ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ നവരാത്രി വ്രതം ആരംഭിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായ കുഞ്ഞുമക്കൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഈ നവരാത്രി കാലഘട്ടത്തിൽ അത് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ വ്രതം എടുക്കാവുന്നതാണ്. രാവിലെയും വൈകിട്ടും കുളിച്ച് വിളക്ക് കത്തിച്ച് ദേവീ സ്തുതികൾ ചൊല്ലി തൊട്ടടുത്ത് ക്ഷേത്രമുണ്ടെങ്കിൽ പോവുക. പ്രത്യേകിച്ച് ദുർഗാ ക്ഷേത്രമോ ദേവീ ക്ഷേത്രമോ ഉണ്ടെങ്കിൽ പോയി ദേവിയെ ഒന്ന് തൊഴുതിട്ട് വരാവുന്നതാണ്. സമയം ലഭിക്കുന്നത് പോലെ. ഇല്ലെങ്കിൽ നിങ്ങൾ വിളക്ക് കത്തിച്ച് സരസ്വതി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് ദിവസവും പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ലളിതാ സഹസ്രനാമം ചൊല്ലാൻ അറിയുന്നവർ അത് ചൊല്ലാവുന്നതാണ്. ഈ 9 ദിവസവും ചൊല്ലാവുന്നതാണ്. പിന്നെ ഇനി അതുമല്ലെങ്കിൽ അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, ലക്ഷ്മി നാരായണ എന്ന് ചൊല്ലിയാലും മതി. നവരാത്രി എന്ന് പറയുമ്പോൾ രാത്രിയിലുള്ള പൂജയ്ക്കാണ് പ്രാധാന്യം. അതായത് സന്ധ്യയ്ക്ക് ശേഷം വിളക്ക് കത്തി നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു നൈവേദ്യം അർപ്പിക്കുക. മണമുള്ള പൂക്കളും നൈവേദ്യങ്ങളും അർപ്പിക്കുന്നത് ഒരു പഴം വെച്ച് പൂജിച്ചാലും അമ്മ സ്വീകരിക്കുന്നതാണ്. ഇതിൽ ആദ്യത്തെ 3 ദിവസം പാർവതി ദേവിയായും അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവിയായും അവസാനത്തെ 3 ദിവസം സരസ്വതി ദേവിയുമായിട്ടാണ് നാം ആചരിച്ചു വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുമക്കൾ ഈ ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച്, കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിക്കണമെന്നല്ല പറഞ്ഞത്, അവരവരുടെ ആരോഗ്യത്തിന് പറ്റുന്ന രീതിയിൽ വ്രതം അനുഷ്ഠിച്ച് ദേവിയെ ഭജിക്കേണ്ടതാണ്. എല്ലാവരും ആദിപരാശക്തി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്